9ാം ക്ലാസ്സിലെ ന്യൂ SCERT സിലബസ് ഹിസ്റ്ററി സബ്ജക്റ്റ് ചാപ്റ്റർ 4 ഇന്ത്യൻ ഭരണഘടനയിലെ അധികാരവിന്യാസം ഈ പാഠഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പാഠത്തിലേക്ക് കിടക്കാം. സ്വതന്ത്ര ഇന്ത്യ ജനങ്ങൾക്ക് നൽകിയ പ്രധാനപ്പെട്ട 2 വാഗ്ദാനങ്ങളായിരുന്നു ജനാധിപത്യ ഭരണക്രമവും ക്ഷേമരാഷ്ട്ര നിർമ്മാണവും. ഏതാ? സ്വതന്ത്ര ഇന്ത്യ ജനങ്ങൾക്ക് നൽകിയ പ്രധാനപ്പെട്ട 2 വാഗ്ദാനങ്ങളാണ് ജനാധിപത്യ ഭരണക്രമവും ക്ഷേമരാഷ്ട്ര നിർമ്മാണവും. ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കുമ്പോൾ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് നെഹ്റു ആണ്. എന്നാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? 1946 ഡിസംബർ 13 ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ആമുഖത്തിലെ ഡേറ്റ് 1949 നവംബർ 26. അതായത് ഭരണഘടനയുടെ ആമുഖത്തിൽ ഒരേയൊരു ഡേറ്റ് മാത്രമാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ആ ഡേറ്റാണ് 1949 നവംബർ 26. എന്താണ് ഈ ഡേറ്റിൻ്റെ പ്രത്യേകത? ഭരണഘടന അംഗീകരിച്ചത് 1949 നവംബർ 26. ഭരണഘടന എന്നാണ് നിലവിൽ വന്നത്? നിലവിൽ വന്നത് 1950 ജനുവരി 26. അംഗീകരിച്ചത് 1949 നവംബർ 26. ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കപ്പെട്ടത് എന്നാണ്? 1946 ഡിസംബർ 6. ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കപ്പെട്ടത് 1946 ഡിസംബർ 6. 1946 ഡിസംബർ 9 മുതൽ 2 വർഷവും 11 മാസവും 17 ദിവസവും നീണ്ടു നിന്നിട്ടാണ് നമ്മളുടെ ഭരണഘടന തയ്യാറാക്കപ്പെട്ടത്. അപ്പോൾ നമ്മൾ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ കുറച്ച് ഡേറ്റുകളാണ് പഠിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ്? ഭരണഘടന ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് നെഹ്റു 1946 ഡിസംബർ 13. ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കപ്പെട്ടത് 1946 ഡിസംബർ 6. ആമുഖത്തിൽ പരാമർശിക്കുന്ന ഒരേയൊരു ഡേറ്റാണ് 1949 നവംബർ 26. അന്നാണ് ഭരണഘടന അംഗീകരിച്ചത്. ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. ഇനി നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ്. 1.5 ലക്ഷത്തോളം വാക്കുകളാണ് അതിൽ ഉൾക്കൊള്ളുന്നത്. പാർലമെൻ്ററി ജനാധിപത്യം, ദൃഢവും അയവുള്ളതുമായ ഘടന, മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും, മാർഗനിർദ്ദേശക തത്വങ്ങൾ, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ, ശക്തമായ കേന്ദ്ര ഗവൺമെൻറ്റോടുകൂടിയ ഫെഡറലിസം, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ, സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ. ഇതൊക്കെയാണ് നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകൾ. ഭരണഘടനയുടെ ഭാഗം 1 എന്തിനെക്കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത്? യൂണിയനും അതിൻ്റെ ഭൂപ്രദേശവും. അപ്പോൾ ഭരണഘടന നിലവിൽ വരുമ്പോൾ 22 ഭാഗങ്ങളും 395 വകുപ്പുകളും 8 പട്ടികകളുമാണ് ഉണ്ടായിരുന്നത്. ഭരണഘടന നിലവിൽ വരുമ്പോൾ 22 ഭാഗങ്ങൾ, 395 വകുപ്പുകൾ, 8 പട്ടികകൾ. മറന്നു പോകരുത്. നിലവിൽ വരുമ്പോൾ 25 ഭാഗങ്ങൾ, 395 പട്ടികകൾ, 395 ആർട്ടിക്കിളുകൾ അഥവാ വകുപ്പുകൾ, 8 പട്ടികകൾ. അതിൽ ഭാഗം 1 പരാമർശിച്ചിരിക്കുന്നത് യൂണിയനും അതിൻ്റെ ഭൂപ്രദേശത്തെയും കുറിച്ചാണ്. ഭാഗം 1 എന്താണ്? യൂണിയനും അതിൻ്റെ ഭൂപ്രദേശവും. ഭരണഘടനയിൽ ഒരിടത്തും ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണെന്ന് പരാമർശിക്കുന്നില്ല. ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി ഒരു പൊതു ഭരണഘടനയുടെ പരമാധികാരം, ഏകപൗരത്വം,
ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരങ്ങളിൽ കേന്ദ്രത്തിന് മേൽക്കൈ, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ, കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം, അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരങ്ങളും കേന്ദ്രത്തിന്, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ, അർദ്ധ ഫെഡറൽ സംവിധാനം. അപ്പോൾ ഇന്ത്യൻ ഫെഡറലിസം എന്ന് പറയുന്നത് എന്താണ്? അർദ്ധ ഫെഡറലാണ്. ഇനി അധികാര വിഭജനം അഥവാ ഡിവിഷൻ ഓഫ് പവേഴ്സ് ഉൾക്കൊള്ളുന്ന പട്ടികയാണ് 7ാം പട്ടിക. അധികാര വിഭജനം ഉൾക്കൊള്ളുന്നത് ഏത് പട്ടികയിലാണ്? 7ാം പട്ടികയിലാണ് അധികാര വിഭജനം അഥവാ ഡിവിഷൻ ഓഫ് പവേഴ്സ് ഉൾക്കൊള്ളുന്നത്. ഇനി നമ്മുടെ ഗവൺമെൻറ് സബ്ജക്റ്റുകൾ ഏതാണ്ട് 3 ലിസ്റ്റുകളിലായാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത്. ആ ലിസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, സമാവർത്തി ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ് കേന്ദ്ര ഗവൺമെൻറ്റിന് സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളാണ് യൂണിയൻ ലിസ്റ്റിൽ വരുന്നത്. ഭരണഘടന നിലവിൽ വന്നപ്പോൾ 97 വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം ഇതൊക്കെ യൂണിയൻ ലിസ്റ്റിൽ ഉൾക്കൊള്ളുന്ന വിഷയങ്ങളാണ്. എന്താണ് യൂണിയൻ ലിസ്റ്റ്? കേന്ദ്ര ഗവൺമെൻറ്റിന് സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങൾ ഏതൊക്കെയാണ്? വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം. ഇനി സംസ്ഥാന ലിസ്റ്റ്. സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് അംഗീകാരം ഉള്ള വിഷയങ്ങളാണ് സംസ്ഥാന ലിസ്റ്റിൽ വരുന്നത്. തുടക്കത്തിൽ, അതായത് ഭരണഘടന നിലവിൽ വരുമ്പോൾ 66 വിഷയങ്ങളാണ് സംസ്ഥാന ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. എക്സാമ്പിളായി പറയുകയാണെങ്കിൽ കൃഷി, ജയിൽ, പോലീസ്, തദ്ദേശ സ്വയംഭരണം ഇതെല്ലാം സംസ്ഥാന ലിസ്റ്റിൽ വരുന്നതാണ്. അടുത്തത് സമാവർത്തി ലിസ്റ്റ്. എന്താണ്? കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും അധികാരമുണ്ടായിരിക്കും. തുടക്കത്തിൽ 47 വിഷയങ്ങളാണ് സമാവർത്തി ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. സമാവർത്തി ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ് വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനുകൾ, വിവാഹം, ജനനമരണ രജിസ്ട്രേഷൻ മുതലായവ. അവശേഷിക്കുന്ന അധികാരങ്ങൾ, അതായത് നിയമനിർമ്മാണ അധികാരം, അത് കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. എക്സാമ്പിള് സൈബർ നിയമങ്ങളെല്ലാം വരുന്നത് അവശിഷ്ടാധികാരത്തിലാണ്. അധികാരം വേർതിരിച്ചിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ്? നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം, ഇങ്ങനെ 3ആയിട്ടാണ് അധികാരം വേർതിരിക്കുന്നത്. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേര് പാർലമെൻറ്റ് എന്നാണ്. ലോകസഭ, രാജ്യസഭ എന്നീ 2 സഭകൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ പാർലമെൻറ്റ് ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. അപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ലോകസഭയും രാജ്യസഭയും ഉൾക്കൊള്ളുന്ന ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. പാർലമെൻറ്റിൻ്റെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിയമനിർമ്മാണം, പൊതുഖജനാവിൻ്റെ സംരക്ഷകൻ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക, എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക, ഇംപീച്ച്മെൻറ്റ് നടപടികളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. ഇതൊക്കെയാണ് പാർലമെൻറ്റിൻ്റെ ചുമതലകൾ. പാർലമെൻറ്റിനെ അധോമണ്ഡലം എന്നാണ്. പാർലമെൻറ്റിൻ്റെ അധോമണ്ഡലം എന്നറിയപ്പെടുന്നത് ഏതാണ്? പാർലമെൻറ്റിൻ്റെ അധോമണ്ഡലമാണ് ലോകസഭ. ലോകസഭയിൽ മത്സരിക്കാൻ 25 വയസ്സ് പൂർത്തിയായിരിക്കണം. ലോകസഭയുടെ കാലാവധി 5 വർഷമാണ്. ലോകസഭയുടെ പരമാവധി അംഗബലം 550 ലോകസഭയുടെ പരമാവധി അംഗബലം എത്രയാണ്? 550. നിലവിൽ ലോകസഭയിൽ 543 അംഗങ്ങളാണ് ഉള്ളത്. അപ്പോൾ പരമാവധി അംഗസംഖ്യ എന്ന് പറയുന്നത് 550. ലോകസഭയുടെ അധ്യക്ഷൻ ആരാണ്? സ്പീക്കറാണ് ലോകസഭയുടെ അധ്യക്ഷൻ. ധനപരമായ വിഷയങ്ങളിൽ ലോകസഭയ്ക്ക് രാജ്യസഭയ്ക്കോ ധനപരമായ വിഷയങ്ങൾ ലോകസഭയ്ക്ക് രാജ്യസഭയേക്കാൾ അധികാരമുണ്ട്. ഇനി ധനബില്ലും അവിശ്വാസ പ്രമേയവും അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ്. അപ്പോൾ ധനപരമായ വിഷയങ്ങൾ കൂടുതൽ അധികാരം ലോകസഭയ്ക്കാണ്. അപ്പോൾ പാർലമെൻറ്റിൻ്റെ അധോമണ്ഡലം എന്നറിയപ്പെടുന്നത് ഏതാണ്? ലോകസഭയാണ്. പാർലമെൻറ്റിൻ്റെ അധോമണ്ഡലം, പരമാവധി അംഗബലം 550.
അടുത്തത് പാർലമെൻറ്റിൻ്റെ ഉപരിസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ്. അധോ മണ്ഡലം ലോക്സഭയും ഉപരിസഭ രാജ്യസഭയുമാണ്. ജനസംഖ്യാനുപാതികമായി സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകുന്ന സഭയാണ് എന്ത്? രാജ്യസഭ. സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എമാരാണ് രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. 30 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന്മാർക്ക് രാജ്യസഭയിലേക്ക് മത്സരിക്കാം. അപ്പോൾ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ 25 വയസ്സാണെങ്കിൽ രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ 30 വയസ്സ് പൂർത്തിയാവണം. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. രാജ്യസഭാംഗത്തിൻ്റെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ്. രാജ്യസഭയുടെ പരമാവധി അംഗബലം എന്ന് പറയുന്നത് 250 ആണ്. ലോക്സഭയുടെ 550 ആണെങ്കിൽ രാജ്യസഭയുടെ 250 ആണ്. ഇതിൽ 238 പേരെയാണ് തിരഞ്ഞെടുക്കുന്നത്. 12 പേരെ നോമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. രാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിക്കുന്നത് രാജ്യസഭയിലാണ്. പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെൻറ്റ് ചുമതലപ്പെടുത്താനുള്ള അധികാരം രാജ്യസഭയിൽ നിക്ഷിപ്തമാണ്. ഇപ്പോൾ മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ല് ഗവൺമെൻറ് ബില്ല്. മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ല് അറിയപ്പെടുന്നത് ഗവൺമെൻറ് ബില്ല് എന്നാണ്. മന്ത്രിയല്ലാത്ത പാർലമെൻറ്റ് അംഗം അവതരിപ്പിക്കുന്ന ബില്ല് സ്വകാര്യ ബില്ലാണ്. പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണവും ചെലവഴിക്കലും സംബന്ധിച്ച ബില്ലാണ് ധനബില്ല്. ധനബില്ലുകൾ അവതരിപ്പിക്കുന്നത് ആദ്യം എവിടെയാണ്? ലോക്സഭയിലാണ്. ധനബില്ലുകൾ ആദ്യം അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ്. ധനബില്ലുകളല്ലാത്തവ ധനേതര ബില്ലുകൾ, എക്സാമ്പിൾ ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ, അവയാണ് സാധാരണ ബില്ലുകൾ എന്നറിയപ്പെടുന്നു. 61ാം ഭരണഘടനാ ഭേദഗതി എന്തായിരുന്നു? 61ാം ഭരണഘടനാ ഭേദഗതി 18 വയസ്സ് പൂർത്തിയായവർക്ക് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാം. അതാണ് 61ാം ഭരണഘടനാ ഭേദഗതി. 18 വയസ്സ് പൂർത്തിയായവർക്ക് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാം. 86ാം ഭരണഘടനാ ഭേദഗതി എന്തായിരുന്നു? വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയ ഭേദഗതിയാണ് 86ാം ഭരണഘടനാ ഭേദഗതി. 101ാം ഭേദഗതി പ്രകാരം ചരക്ക് സേവന നികുതി നിലവിൽ വന്നു. GST നിലവിൽ വന്നത് 101ാം ഭേദഗതിയാണ്. അപ്പോൾ 61 എന്താണ്? വോട്ടവകാശം 18 വയസ്സ് ആയവർക്കാക്കി മാറ്റി. 86ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റി. 101ാം ഭേദഗതി പ്രകാരമാണ് GST നിലവിൽ വന്നത്. ഇന്ത്യയിൽ ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിൽ മാത്രം നിക്ഷിപ്തമാണ് എന്ന് പറയുന്ന അനുച്ഛേദമാണ് 368. ഇന്ത്യയിൽ ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിൽ മാത്രം നിക്ഷിപ്തമാണ് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 368. ഇന്ത്യൻ പാർലമെൻറ്റിലെ ചില വകുപ്പുകൾ കേവല ഭൂരിപക്ഷത്തിലൂടെ സാധാരണ നിയമനിർമ്മാണത്തിന് സമാനമായ നടപടിക്രമങ്ങൾ വഴി ഭേദഗതി ചെയ്യാവുന്നതാണ്. എക്സാമ്പിൾ സംസ്ഥാനങ്ങളുടെ പേര്, അതിരുകൾ, പൗരത്വം തുടങ്ങിയവ. എന്താണ്? ഇന്ത്യൻ പാർലമെൻറ്റിലെ ചില വകുപ്പുകൾ കേവല ഭൂരിപക്ഷത്തിലൂടെ സാധാരണ നിയമനിർമ്മാണത്തിന് സമാനമായ നടപടിക്രമങ്ങൾ വഴി ഭേദഗതി ചെയ്യാവുന്നതാണ്. അങ്ങനെ കേവല ഭൂരിപക്ഷത്തിലൂടെ ഭേദഗതി ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങളാണ് സംസ്ഥാനങ്ങളുടെ പേര്, അതിരുകൾ, പൗരത്വം മുതലായവ. പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമുള്ള ഭേദഗതികളാണ് മൗലികാവകാശങ്ങൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നിവയുടെ ഭേദഗതി. അപ്പോൾ പ്രത്യേക ഭൂരിപക്ഷം വേണ്ട സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്? മൗലികാവകാശങ്ങൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നിവയാണ്. ചില അതിപ്രധാനമായ വകുപ്പുകൾ പാർലമെൻറ്റ് ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടും കൂടി മാത്രമേ ഭേദഗതി ചെയ്യാൻ കഴിയുകയുള്ളൂ. അതിനുദാഹരണമായി പറയുകയാണെങ്കിൽ കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം, ജനപ്രാതിനിധ്യ നിയമം.
ഇതൊക്കെ ഭേദഗതി ചെയ്യണമെങ്കിൽ, അതായത് കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ജനപ്രാതിനിധ്യ നിയമം ഇവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ ഭേദഗതി ചെയ്യണമെങ്കിൽ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും, രാജ്യസഭയുടെയും ലോക്സഭയുടെയും പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടും കൂടി മാത്രമേ ഭേദഗതി ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ ഭരണഘടനാ ഭേദഗതി 3 തരത്തിൽ, അതായത് കേവല ഭൂരിപക്ഷത്തോടെ ചെയ്യാം, പിന്നെ പ്രത്യേക ഭൂരിപക്ഷത്തോടെ ചെയ്യാം, അതുകൂടാതെ ലോക്സഭയിലും രാജ്യസഭയിലും പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളെ അംഗീകാരവും കൂടി വേണ്ട ചില ഭേദഗതികളുമുണ്ട്. കാര്യനിർവഹണ വിഭാഗം രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തലവനായ മന്ത്രിസഭ എന്നിവ ഉൾപ്പെടുന്നു. അപ്പോൾ കാര്യനിർവഹണ വിഭാഗത്തിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തലവനായ മന്ത്രിസഭ. കാര്യനിർവഹണ വിഭാഗത്തെ 2ആയി തിരിക്കാം: രാഷ്ട്രീയ എക്സിക്യൂട്ടീവ്, സ്ഥിരം എക്സിക്യൂട്ടീവ്. രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിമാർ. അതായത് നാമമാത്രമായ എക്സിക്യൂട്ടീവും ഉണ്ട്, യഥാർത്ഥ എക്സിക്യൂട്ടീവും ഉണ്ട്. നാമമാത്ര എക്സിക്യൂട്ടീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രപതി ആണ്, യഥാർത്ഥ എക്സിക്യൂട്ടീവ് പ്രധാനമന്ത്രിയും മന്ത്രിസഭയുമാണ്. ഇനി സ്ഥിരം എക്സിക്യൂട്ടീവ് എന്താണ്? അത് ഉദ്യോഗസ്ഥ വൃന്ദങ്ങളാണ് സ്ഥിരം എക്സിക്യൂട്ടീവ്. അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ് എന്നിവ. രാഷ്ട്രപതിക്ക് വിവേചന അധികാരമുണ്ട്. ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ ആരാണ്? രാഷ്ട്രപതിയാണ് ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ. 35 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ലോക്സഭയിലേക്ക് മത്സരിക്കാൻ 25 വയസ്സ് പൂർത്തിയാവണം, രാജ്യസഭയിലേക്ക് 30 വയസ്സ് പൂർത്തിയാവണം. ഇനി രാഷ്ട്രപതിയാവാനായിട്ട് 35 വയസ്സ് പൂർത്തിയാവണം. പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ട്രൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രൽ കോളേജ് വഴിയാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. അതിലാരൊക്കെയാണ് ഉൾപ്പെടുന്നത്? പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളാണ് ഈ ഇലക്ട്രൽ കോളേജ് ഉൾക്കൊള്ളുന്നത്. 5 വർഷമാണ് രാഷ്ട്രപതിയുടെ കാലാവധി. പാർലമെൻറ്റ് വിളിച്ചു ചേർക്കുക, ലോക്സഭ പിരിച്ചുവിടുക, പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കുക, സുപ്രീം കോടതികളിലെയും ഹൈക്കോടതികളിലെയും ജഡ്ജിമാരെ നിയമിക്കുക, സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുക, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക, പ്രതിരോധ സേനകളുടെ സർവ്വസൈന്യാധിപനായി പ്രവർത്തിക്കുക തുടങ്ങിയവയാണ് രാഷ്ട്രപതിയുടെ ചുമതലകൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ് രാഷ്ട്രപതിയുടെ ചുമതലകൾ? പാർലമെൻറ്റ് വിളിച്ചുകൂട്ടുക, ലോക്സഭ പിരിച്ചുവിടുക, പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കുക, സുപ്രീം കോടതികളിലെയും ഹൈക്കോടതികളിലെയും ജഡ്ജിമാരെ നിയമിക്കുക, സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുക, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക, പ്രതിരോധ സേനകളുടെ സർവ്വസൈന്യാധിപനായി പ്രവർത്തിക്കുക തുടങ്ങിയവയാണ് രാഷ്ട്രപതിയുടെ ചുമതലകൾ. രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത് ആർക്കാണ്? ഉപരാഷ്ട്രപതിക്കാണ് രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത്. രാജ്യത്തിൻ്റെ ഭരണത്തലവൻ പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി ഇന്ത്യയുടെ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ രാഷ്ട്രപതിയാണ്. രാജ്യത്തിൻ്റെ ഭരണത്തലവൻ ആരാണ്? അത് പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി രാജിക്കത്ത് കൊടുക്കുന്നത് രാഷ്ട്രപതിക്കാണ്. സ്ഥിര കാര്യനിർവഹണ വിഭാഗം അറിയപ്പെടുന്നത് എന്താണ്? ബ്യൂറോക്രസിയാണ് സ്ഥിര കാര്യനിർവഹണ വിഭാഗം. ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്നത് നീതിന്യായ വിഭാഗമാണ്. ഭരണഘടനയുടെ കാവലാൾ എന്താണ്? നീതിന്യായ വിഭാഗം. സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജനുവരി 28-നാണ്. നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണെങ്കിൽ സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജനുവരി 28-നാണ്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഔദ്യോഗിക കാലാവധി 65 വയസ്സാണ്. സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ്? ഉത്ഭവാധികാരം, അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരം, ഉപദേശക അധികാരം, റിട്ട് അധികാരം, പുനരവലോകന അധികാരം. ഇവ സുപ്രീം കോടതിയുടെ അധികാരങ്ങളാണ്.
ഇന്ത്യയിൽ കർണാടക, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ് നിലനിൽക്കുന്നത്. ഉപരിസഭയായ ലെജിസ്ലേറ്റീവ് കൗൺസിലും അധോസഭയായ ലെജിസ്ലേറ്റീവ് അസംബ്ലിയും. അപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ദ്വിമണ്ഡല ഭരണ സംവിധാനമാണ്. പക്ഷേ ചില സ്റ്റേറ്റുകളിൽ മാത്രമേ ദ്വിമണ്ഡല ഭരണ നിർമ്മാണ സഭ നിലനിൽക്കുന്നുള്ളൂ. അങ്ങനെ ദ്വിമണ്ഡല ഭരണ നിർമ്മാണ സഭ, അതായത് ഉപരിസഭയായ ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിലും അധോസഭയായ ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ഉൾക്കുന്ന 2 സഭകൾ, അതായത് ദ്വിമണ്ഡല സഭകൾ നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളാണ് കർണാടക, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ബീഹാർ എന്നീ 5 സംസ്ഥാനങ്ങൾ. അപ്പോൾ ദ്വിമണ്ഡല ഭരണ സംവിധാനമുള്ള സംസ്ഥാനങ്ങളുടെ പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കർണാടക, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ബീഹാർ. മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ബീഹാർ ദ്വിമണ്ഡല ഭരണ സംവിധാനമുള്ള സ്റ്റേറ്റുകളാണ് കർണാടക, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ബീഹാർ. ഇന്ത്യയിൽ ഒരു അർദ്ധ ഫെഡറൽ സംവിധാനമാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, സമാവർത്തി ലിസ്റ്റ്, ഇങ്ങനെ 3 വിഷയങ്ങളായി ഇന്ത്യയിൽ നമ്മുടെ വിഷയങ്ങൾ തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ യൂണിയൻ ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ് വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം. സംസ്ഥാന ലിസ്റ്റിൽ വരുന്നത് കൃഷി, ജയിൽ, പോലീസ്, തദ്ദേശ സ്വയംഭരണം എന്നിവയാണ്. സമാവർത്തി ലിസ്റ്റ്, അതായത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരേപോലെ അധികാരമുള്ളത്. ആ വിഷയങ്ങൾ ഏതൊക്കെയാണ്? വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനുകൾ, വിവാഹം, ജനനമരണ രജിസ്ട്രേഷൻ ഇവയാണ് സമാവർത്തി ലിസ്റ്റ്. ഇനി കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. കേരളത്തിൽ ആകെ എത്ര ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത്? കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. നമ്മുടെ ഭരണഘടന ഉൾക്കൊള്ളുന്ന റിട്ടുകൾ എത്രണ്ണമാണ്? 5 എണ്ണമാണ് ഭരണഘടന ഉൾക്കൊള്ളുന്ന റിട്ടുകൾ. ഏതൊക്കെയാണ്? ഹെബിയസ് കോർപ്പസ്, പ്രൊഹിബിഷൻ, മാൻഡമസ്, സെർഷ്യറി, കോവാറൻറ്റോ ഇവയാണ് റിട്ടുകൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 9ാം ക്ലാസ്സിലെ ഹിസ്റ്ററി പാഠഭാഗത്തെ 4ാമത്തെ ചാപ്റ്ററിൽ പറയുന്നത്. താങ്ക് യു.